അവിടെയൊക്കെ തന്നെ ഒരു ദേശീയ പണിമുടക്ക്, ഒരു ഹർത്താലിൻ്റെ രൂപം അവലംബിച്ചു കഴിഞ്ഞു. ഇനി ആലപ്പുഴ ബോട്ട് ടെർമിനലിൽ അശ്വിൻ പാലാഴിയുണ്ട്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അവിടെ എന്താണ് അവസ്ഥ? ആലപ്പുഴയിലും സ്ഥിതി വ്യത്യസ്തമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ്. മറ്റ് ജില്ലകളിലേതുപോലെ ആലപ്പുഴയിലും സമാനമായ സ്ഥിതിയാണ്. ബോട്ട് ഗതാഗതത്തെയാണ്, ജലഗതാഗതത്തെയാണ് ആലപ്പുഴക്കാർ പ്രധാനമായും ആശ്രയിക്കുന്നത്. അത് പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. സർക്കാർ ബോട്ടുകളടക്കം ഒരു ബോട്ടുകളും സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് ആലപ്പുഴയിൽ നമുക്ക് അറിയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ആലപ്പുഴയിൽ സർവീസ് നടത്തുന്ന, വിവിധ സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന സർക്കാർ ബോട്ടുകളാണ് ആലപ്പുഴ ബോട്ട് ടെർമിനലിൽ നിർത്തിയിട്ടിരിക്കുന്നത്. അതേസമയം തന്നെ ദൃശ്യങ്ങളിൽ മറ്റ് ബോട്ടുകൾ നമുക്ക് കാണാം. അത് ടൂറിസ്റ്റുകളുടെ ബോട്ടുകളാണ്. ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് ഈ പണിമുടക്ക് അവരെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ചില ഇളവുകൾ ടൂറിസ്റ്റ് മേഖലയിൽ ആലപ്പുഴയിൽ നൽകിയിട്ടുണ്ട്. അതായത് നേരത്തെ ബുക്ക് ചെയ്തെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് അവർ ബുക്ക് ചെയ്ത ഹോട്ടലുകളും ഒപ്പം ഈ ബോട്ടുകളും ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഇളവ് നിലവിൽ ആലപ്പുഴയിലുണ്ട്. ഒപ്പം മറുവശത്തേക്ക് നോക്കിയാൽ അവിടെ KSRTC ബസ് സ്റ്റാൻഡ് കാണാം. ഒരു KSRTC സർവീസ് പോലും ആലപ്പുഴയിൽ നിന്ന് ഇതുവരെ ഓടിയിട്ടില്ല. ഇന്ന് ആരും തന്നെ സർവീസിന് തയ്യാറല്ല എന്നുള്ളതാണ് തൊഴിലാളി സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആലപ്പുഴയിലെ സമഗ്ര മേഖലകളിലും ഈ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. ജനജീവിതം സ്തംഭിച്ചു എന്ന് തന്നെ പറയാവുന്ന നിലയിലേക്ക് ആലപ്പുഴയിലെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. സ്കെയിൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.